ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയനിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രവാചക പ്രകീർത്തനങ്ങളാൽ പ്രശോഭിതമായ സുന്ദരവേദിയിൽ പുണ്യനബി കാരുണ്യത്തിന്റെ ദിവ്യസ്പർശം എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നാമവുമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാരുണ്യത്തിന്റെ അനിർവചനീയമായ ദിവ്യ സങ്കല്പങ്ങൾ ലോകത്തിന് ഉയർന്നുകൊടുത്ത കരുണയുടെയും കാരുണ്യ കൈമാറ്റത്തിന്റെയും വിഷയത്തിൽ ചരിത്രത്തിൽ അതിലാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അല്ലയോ പ്രവാചകരെ, അങ്ങേക്ക് ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല. പ്രവാചക ജീവിതത്തിന്റെ വെളിപാഠം അറിയുന്നവർക്ക് ഈ ഖുർആനിക സൂക്തം അനുവർത്തമാക്കപ്പെട്ടതായി കാണാവുന്നതാണ്. കാരുണ്യസ്പർശമേറ്റ് പുളകം കൊണ്ടവരിൽ കുട്ടികളും വൃദ്ധരും ആലംബഹീനരും എന്തിനേറെ പറയണം, തന്നേറെ ദ്രോഹിച്ച് തന്റെ നടപ്പാതകളിൽ കല്ലുമുള്ളും വാരിയെറിഞ്ഞ ശത്രുക്കൾ പോലും ഉണ്ടായിരുന്നത് ചരിത്രം പറയുമ്പോഴാണ്. ഇങ്ങനെ കാരുണ്യ പ്രപഞ്ചം തീർത്ത മഹാവ്യക്തിത്വം അതുല്യമാണ് നമുക്ക് ബോധ്യമാകുന്നത്. സ്നേഹാന്തികളായ കൂട്ടുകാരെ, എനിക്ക് ജനിച്ചതും കുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ പച്ചയായി കുഴിച്ച് മൂടിയിരുന്ന ശിലാഹൃദയരായ ഒരു സമൂഹത്തിലേക്കായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം. തന്റെ സഹോദരത്തിന്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന കൽപ്പിക്കുന്ന ഒരു സമൂഹമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരെ പരിവർത്തിപ്പിച്ചെടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിറക് ചുമന്നു പോകുന്ന വൃദ്ധയായ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വിറക് കെട്ടുകൾ വാങ്ങി സ്വന്തം തലയിൽ വെച്ച് വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്ത പ്രവാചകനെയും തലപ്പാവിൽ പൂച്ച കിടന്നിറങ്ങിയ സമയം പൂച്ചയെ ശല്യപ്പെടുത്തേണ്ടതില്ലെന്ന് മനസ്സിലാക്കിയ ഭാഗം കീറി ഭാഗമെടുത്ത പ്രവാചകനെയും ഒരേ സമയം ഒരേ അധ്യായത്തിൽ വായിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാരുണ്യ പ്രപഞ്ച തീർത്ത മഹാവ്യക്തിത്വം അതുല്യമാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീവ്രവാദിയും ഭീകരവാദിയും ഒക്കെയായി ചിത്രീകരിക്കാൻ ഇവിടെയുള്ള ബാധിത ശക്തികൾ കൊണ്ട് പിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ്, പ്രവാചക ജീവിതത്തിൽ എവിടെയെങ്കിലും കാരുണ്യമറ്റ നിമിഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നാണ്. തന്നെ ഏറെ ദ്രോഹിച്ച് തന്റെ നടപ്പാതകളിൽ കല്ലുമുള്ളും വാരിയെറിഞ്ഞ ശത്രുക്കൾ പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ, തന്നെ ഏറെ ദ്രോഹിക്കുകയും തന്റെ നടപ്പാതകളിൽ കല്ലുമുള്ളും വാരിയെറിയുകയും തന്നെ ചീത്ത വിളിക്കുകയും ചെയ്ത ശത്രുക്കളെ ഈ കാണുന്ന രണ്ട് മലകൾക്കിടയിൽ പൊതുർത്തി നശിപ്പിക്കട്ടെയോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായതാണ് നമുക്ക് നല്ലത് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. മക്കം ഫതഹിന്റെ വേളയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു. ശത്രുക്കളെ ഒന്നടങ്കം കൊന്നടക്കാൻ ആൾബലവും ആയുധബലവും ഒന്നും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ ദിവസം സ്വതന്ത്രരാണ് എന്നായിരുന്നു കാരുണ്യത്തിന്റെ ദിവ്യദൂതനായി വന്ന ത്വാഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യാവോളം ആവഹിച്ചെടുത്ത് നല്ല ജീവിതം നയിക്കാൻ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.